ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ലൊരു എരിശ്ശേരിയുടെ റെസിപ്പി നോക്കാം. മത്തങ്ങ എരിശ്ശേരി കഴിച്ചു മടുത്തെങ്കിൽ ഒരു പുതിയ റെസിപ്പി നോക്കാം. ഇതിനു വേണ്ടി 1/4 കപ്പ് വൻപയർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. കുക്കറിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് ഇതൊന്ന് അടച്ചു വെച്ച് 3 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. 3 വിസിലാവുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റിവെക്കാം. ഒരു കഷ്ണം ചേനയും ഒരു പച്ചക്കായും എടുത്തിട്ടുണ്ട്. ചേന തൊലി കളഞ്ഞ ശേഷം ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. പച്ചക്ക തൊലിയോടുകൂടി തന്നെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി മാറ്റിവെക്കാം. കുക്കറിന്റെ പ്രഷർ ഫുള്ള് റിലീസായി കിട്ടുന്ന സമയത്ത് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ വൻപയർ 1/4 ഭാഗം കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേന കഷ്ണങ്ങളും പച്ചക്ക കഷ്ണങ്ങളും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് ഇതുപോലെ നെടുകെ പിളർന്ന് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കുക്കറെ മൂടി ക്ലോസ് ചെയ്ത ശേഷം 2 വിസിൽ വരുന്നത് വരെ അടുപ്പിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. 2 വിസിലാവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി പ്രഷർ ഫുള്ള് റിലീസായി കിട്ടുന്ന സമയം കൊണ്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. 2 ചെറിയുള്ളി, 1/4 ടീസ്പൂൺ നല്ല ജീരകം എന്നിവ ചേർത്ത് ആദ്യം ഒന്ന് നന്നായി പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് ഇതുപോലെ അരച്ചെടുക്കണം. കുക്കറിൻ്റെ പ്രഷർ ഫുള്ള് റിലീസായി കിട്ടുന്ന സമയത്ത് ഇത് ഒരു ചട്ടിയിലേക്ക് മാറ്റി ചട്ടി അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇപ്പോൾ ചേന കഷ്ണങ്ങൾ നന്നായി തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇതിലെ വെള്ളം ഒന്ന് തിളക്കാൻ തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം അരപ്പ് ചേർത്ത് കൊടുത്ത ശേഷം മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് അതുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി കറി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് ചാറുള്ള കറിയല്ല, നല്ല കുറുകി തിക്കായിട്ടുള്ള ഒരു എരിശ്ശേരി റെസിപ്പിയാണിത്. അതുകൊണ്ട് ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് തിക്കായിട്ടുള്ള കറി ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഈ ഒരു രീതിയിൽ നല്ലോണം തിളക്കാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരുപാട് അങ്ങ് തിളക്കാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ ചൂടൊന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി നമുക്കിതൊന്ന് നന്നായി തന്നെ ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത ശേഷം ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി കറി ഒന്ന് താളിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം. നന്നായി ഹീറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് പൊട്ടിച്ചെടുക്കണം. ഇത് രണ്ടും പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി കൊത്തിയരിഞ്ഞത് കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് 3 ഉണക്കമുളക് ഇതുപോലെ കീറിയിട്ട് കൊടുക്കാം. ഇനി 8 ചെറിയുള്ളി ചെറുതായി സ്ലൈസ് ചെയ്തത് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇതുപോലെ കീറിയിട്ട് കൊടുക്കാം. എന്നിട്ട് ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് 1/4 കപ്പ് തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണം. തേങ്ങ നന്നായി ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ഏകദേശം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. താളിപ്പ് ചേർത്ത് ഉടനെ തന്നെ കറി അടച്ചു വയ്ക്കാം. ഒരു 15 മിനിറ്റ് അങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങി നല്ല ടേസ്റ്റി ആയിട്ട് വരും. അപ്പോൾ സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് ചൂടോടെ തന്നെ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിത് ചൂടോടെ തന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ചൂടോടെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു എരിശ്ശേരി റെസിപ്പിയാണ്. ഇതുപോലെ എരിശ്ശേരി ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. ചേനയും പച്ചക്കായും ചേർത്ത് ഉണ്ടാക്കിയ ഈ എരിശ്ശേരി റെസിപ്പി കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.